ഓരോ വെറൈറ്റി അനുസരിച്ച് വരും. ഇതാണ് റെഡ് ഡയമണ്ടിന്റെ ഒരു കളർ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് പറയും. മധുരം ഞാൻ നോക്കിയില്ല, വന്നു കഴിഞ്ഞ് ഞാൻ കഴിച്ചില്ല എങ്ങനെ ഉണ്ടെന്ന്. മധുരം മധുരമുണ്ട്. മധുരം ഭയങ്കര മധുരമില്ലെങ്കിലും അതാ മഴയുടെ എന്നാലും മധുരമുണ്ട്. അതെ, സീഡ് കുറവാണ് ഇതിന്. അതാണ് ഇതിന്റെ ഒരു വേറെ പ്രത്യേകത. ഇതുപോലെ തന്നെ സെയിം ടേസ്റ്റ് ഉള്ള വെറൈറ്റിയാണ് റെഡ് ഡയമണ്ടിന്റെ പ്രീമിയം. അത് ഞങ്ങളുടെ ഉണ്ട്, അത് വെച്ചിട്ടില്ലല്ലോ. പ്രീമിയം ഉണ്ട്. അതിന്റെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുതലാണ്, കായുടെ എണ്ണം അതുപോലെ കൂടുതലാണ്, പിന്നെ ചൂട് കാലാവസ്ഥയിൽ ഒരുപോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ വേറെ പരിചരണമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നല്ലപോലെ ഉണ്ടാവും. കണ്ടോ, സാധനം ഇഷ്ടപ്പെട്ട് രണ്ടാമത് വീണ്ടും ചോദിക്കുന്നുണ്ട്. നമസ്കാരം, മിറാക്കിൾ ഫാം ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എറണാകുളത്തുനിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ജൂൺ 21 തീയതി അല്ലേ. അപ്പോൾ ഇത് റെഡ് ഡയമണ്ട് പെരുക ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഫുള്ള് കായ ആകുന്നു. അപ്പോൾ നമ്മുടെ തൈകളൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട്. ഓക്കെ. ആപ്പിള് 4 അപ്പോൾ ഇടയ്ക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഓരോ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ ഇന്ന് ഫാമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അപ്പോൾ എന്താ ശരിക്കും എന്താ ചെയ്യുന്ന ബിസിനസ് ആണോ? ഞാൻ ദുബായിലായിരുന്നു, നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ രണ്ടുപേരും മക്കള്, പിന്നെ ചേച്ചി വൈഫ്, അത് അമ്മയല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും മിറാക്കിൾ ഫാം കാണാമെന്നാണ്. റെഡ് ഡയമണ്ട് പേരയ്ക്കുണ്ട്. ഒരു സെക്ഷൻ കാ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് ഫുള്ള് ആവുന്ന കേട്ടോ. അതാണ് ഫ്ലവർ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ റെഡ് ഡയമണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ഞാൻ കാണിച്ചിട്ടാണ്. ഓരോ വെറൈറ്റി അനുസരിച്ച് വരും. ഇതാണ് റെഡ് ഡയമണ്ടിന്റെ ഒരു കളർ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് പറയും. മധുരം ഞാൻ നോക്കിയില്ല, വന്നു കഴിഞ്ഞ് ഞാൻ കഴിച്ചില്ല എങ്ങനെ ഉണ്ടെന്ന്, അതുകൊണ്ട് അറിയത്തില്ല. നിങ്ങൾ തന്നെ കഴിച്ചിട്ട് ഇത് തന്നെ പരിപാടി. ഫാമിലി ആയിട്ട് എല്ലാരും. പിന്നെ ഓൺലൈനും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓരോരുത്തർ ഓരോ സെക്ഷൻ ആയിട്ട് ചെയ്യുന്നു. അപ്പൊ ചേട്ടാ അതൊരു പ്രത്യേക മധുരം മധുരമുണ്ട്. മധുരം ഭയങ്കര മധുരമില്ലെങ്കിലും അതാ മഴയുടെ എന്നാലും മധുരമുണ്ട്. അതെ, സീഡ് കുറവാണ് ഇതിന്. അതാണ് ഇതിന്റെ ഒരു വേറെ പ്രത്യേകത. ഇതുപോലെ തന്നെ സെയിം ടേസ്റ്റ് ഉള്ള വെറൈറ്റിയാണ് റെഡ് ഡയമണ്ടിന്റെ പ്രീമിയം. അത് ഞങ്ങളുടെ ഉണ്ട്, അത് വെച്ചിട്ടില്ലല്ലോ. പ്രീമിയം ഉണ്ട്. അതിന്റെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടുതലാണ്, കായുടെ എണ്ണം അതുപോലെ കൂടുതലാണ്, പിന്നെ ചൂട് കാലാവസ്ഥയിൽ ഒരുപോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ വേറെ പരിചരണമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നല്ലപോലെ ഉണ്ടാവും. കണ്ടോ, സാധനം ഇഷ്ടപ്പെട്ട് രണ്ടാമത് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇത് റിവ്യൂ ആരും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ എവിടെയായിരുന്നു സ്ഥലം? കോട്ടയം. അപ്പൊ കോട്ടയം എറണാകുളംകാരൊക്കെയാണ്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു അഭിപ്രായം ജസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്. ഇതൊരു നല്ല ഇതാണ്. നമ്മൾ ഫാമൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ എനിക്കൊരു പ്രത്യേക ഇത് പറയാനുള്ള വെച്ചാൽ നമ്മളിപ്പോ ഒരു തൈ മേടിച്ചിട്ട് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇവരത് പക്കയായിട്ട് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. സാധാ ഒരു ഫാമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വേറെ പണി മേടിച്ചോളാൻ പറയാം, അത്രേ ഉള്ളൂ. അല്ല, നമുക്കത് നിങ്ങൾ ഫാം വർക്ക് ഇത് ചെയ്യുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് അതിനെ അറിയാം. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ സാധനം മേടിച്ച് വെച്ചിട്ട് അത് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ട് വരും. അപ്പൊ നമ്മൾ പറയും ചെറിയ കൊറിയർ ചാർജ് ചെറിയൊരു എമൗണ്ട് ചെയ്ത് തന്നാൽ മതി, അത് ചെയ്യാൻ പറയും. പിന്നെ വന്ന ഒരു മാസം ആ ഒരു ടൈമിങ്ങിലാണ് കേട്ടോ സാധാരണ ചെയ്യുന്നത്. കാരണം മിയാസാക്കിയുടെ മാവും തൈ മേടിച്ചത് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പോയിട്ട് നിങ്ങൾ വിത്തൗട്ട് കൊറിയർ ചാർജ് നിങ്ങൾ എനിക്ക് അയച്ചു തന്നു. ഓക്കെ. എല്ലാരും അങ്ങനെ പ്രതീക്ഷിക്കല്ലേ, ആവശ്യമുള്ള നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും അതുപോലെ നല്ല പറഞ്ഞത്. അത് എന്താണ് അതിന്റെ കറക്റ്റ് റീസൺ? ചിലര് വളം കൂടുതലിടും, ചിലത് പരിചരണം കൊണ്ടായിരിക്കും, അങ്ങനെയൊക്കെ പോകും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വന്നല്ലേ വന്ന എന്തെങ്കിലും സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരും. അല്ല, നമുക്ക് കിട്ടിയപ്പോ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റായിട്ട് ചെയ്തു തന്നെ. എന്നാലും പക്ഷേ ബാക്കിയുള്ള ഫാമുകാരും ചിലപ്പോൾ ഞങ്ങൾ വേറെയും ഓൺലൈനിലൊക്കെ എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും വേറെ നിങ്ങൾ ഓർഡർ ചെയ്ത് വന്നേരം മണി തരാന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. തീർച്ചയായിട്ടും. എല്ലാം ദൈവാനുഗ്രഹം ഇതുവരെ എത്തി. പിന്നെ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ച് അങ്കമാലിയിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 2 മാസം ആവുന്നു. മിറാക്കിൾ ഫാം ഹൗസിന്റെ മിറാക്കിൾ ഫാം ഹൗസ് കറുകുറ്റി. അപ്പൊ ഈ കാഴ്ച അങ്കമാലി പോയാൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുമല്ലായിരുന്നു. ഈ ഓറഞ്ച് കാഴ്ച കിടക്കുന്നത് ഇത് ഇവിടെ എല്ലാം ഫുള്ള് അല്ലേ, ഓറഞ്ച് കാഴ്ച കിടക്കുന്നുണ്ട്. അതെ, കഴിച്ചു. എങ്ങനെ ഉണ്ട്? അതെ. ഇത് അടുത്ത റെഡ് ഡയമണ്ട് നമ്മുടെ അടുത്ത കസ്റ്റമേഴ്സ് ഇവര് ആദ്യം വന്ന കേട്ടോ, കോട്ടയംകാരാണ്. ഇത് കണ്ടോ കളറ്? ഇത് കണ്ടോ?
അപ്പൊ പപ്പായെ കാണാണോന്ന് പറഞ്ഞു. പപ്പായെ കാണാൻ പറ്റിയില്ല, മോനെ കാണാൻ പറ്റി. മോനെയും കാണാറുണ്ട് ഞങ്ങൾ എപ്പോഴും. ഇപ്പൊ വീഡിയോയില് എന്നാലും പുള്ളിയാണ് നമ്മൾ ആദ്യം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും ഉള്ളു ഇതുപോലെ. ഈ ഓറഞ്ച് നിങ്ങൾ പറിച്ചു എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല. ഒരാളിവിടെ ഉണ്ടോ? അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചെടികൾ ഓൺലൈനായിട്ട് അയക്കുന്നുണ്ട്. ഒരു 2 അടി വരെ ഹൈറ്റ് ഉള്ളതാണ് ഓൺലൈനായിട്ട് അയക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് അങ്കമാലിയിൽ പർച്ചേസ് ചെയ്യാം. മിറാക്കിൾ ഫാം ഹൗസ് കറുകുറ്റി ലൊക്കേഷൻ. രാവിലെ 9 തൊട്ട് 5 വരെ. കട്ടപ്പന ആണെങ്കിൽ ഇടുക്കി കട്ടപ്പന മിറാക്കിൾ ഫാം ഹൗസ് ആണ് ലൊക്കേഷൻ. ഞായറാഴ്ച അവധി 2 അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓക്കെ, താങ്ക് യു.